sir. Would you like to say something? A movie എന്താണെന്നുള്ളത് to everyone here. മൂവിയെ കുറിച്ച് മൂവി ഒരു കോമഡി മൂവിയാണ്. നോർമലി കോമഡി മൂവി എടുക്കാൻ അറിയൂ, അതുകൊണ്ട് ഇതൊരു കോമഡി മൂവിയാണ്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. നിങ്ങൾ സുരേഷിന്റെയും സുമലതയുടെയും അന്നത്തെ കേസും സിനിമ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായത്. അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷിനെയും സുമലതയെ തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ ചാകോച്ചിട്ടുണ്ട് ഇതിനകത്ത് ചിരിഞ്ഞാലും ശരിയും ഈ സിനിമയിൽ ഗന്ധർവന്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അടിപൊളി, ഞാൻ ഗന്ധർവെന്ന സിനിമ അതുമായിട്ട് കണ്ടുള്ള ആളാണ്. അപ്പം എന്നാത്താൻ കേസോട് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഗന്ധർവനെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ഐറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു 150 വേറെ ഗന്ധർവന്മാർ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നമ്മളതായിരുന്ന ഒരു ടീമാണ്. പക്ഷെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഈ പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ള ഒരു സിനിമയാണ് സുരേഷും സുമലതയും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സോ തിയേറ്ററിൽ നിന്ന് കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാനും ഹോപ്പ്ഫുള്ളി ഫിലിം കിട്ടുക. For sure. എല്ലാവരും ഒരു വാക്ക് സംസാരിക്കാം മൂവിയെ പറ്റി. അതെ, കഴിഞ്ഞ ഇന്നത്തെ കേസുകളിൽ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിന് സ്വീകരിച്ച പോലെ പടം വരുമ്പോൾ ഫുൾ ലെങ്ത്തിൽ സ്വീകരിക്കണം എന്നാണ് എല്ലാവരും പറയാറുണ്ട്. ചിത്ര സിനിമയെ പറ്റി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ വന്നിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്താൻ കേസോട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരു അംഗമാവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കുഴുമ്പൽ രാജീവിനായി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ്. ഇതിന് വളരെ നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനോടും നമ്മുടെ ഹോൾ ക്രൂവിനോടും എല്ലാവിധ നന്ദിയും പറയുന്നു. ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് 16 നമ്മുടെയൊക്കെ മുമ്പിൽ എത്തുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം, നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. ചിത്ര, 2 വാക്ക്. സുമലതയുടെയും സുരേഷ് ഏട്ടനെയും എല്ലാവരും സ്വീകരിച്ചതോ അല്ല ഈ ഒരു ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന മൂവി എല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമുണ്ട്. ഇങ്ങനൊരു വേദിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, പേടിയുണ്ട്. ഒരുമാതിരി ഒരു കിട്ടുണ്ണിയേട്ടൻ്റെ അവസ്ഥയുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മെയ് 16 എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ശരണ്യ, എനിക്ക് ഇവർ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. അല്ല, സുരേഷിന്റെയും സുമലതയുടെയും കഥയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. പിന്നെ 2 ദിവസം മുന്നേ ഇവിടെ വന്ന് ഞാൻ അതെ ഞങ്ങൾ പറയുമായിരുന്നു. ശരണ്യ ഓൾറെഡി ഇവിടെ വന്ന് നമ്മുടെ റാമ്പ് ഓൺ ഫയർ ഓൾറെഡി ഉണ്ട്. സോ മുന്നേ അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഗ്രേറ്റ്. ഇന്നത്തെ കേസോട് എന്ന സിനിമ എനിക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ചാക്കോച്ചന്റെ സൗണ്ട്. സോ അത് ഒരു